സ്ത്രീ ശരീരത്തിലെ ആരോഗ്യ സൂചിക കൂടിയാണ്. ആരോഗ്യമുള്ള പ്രത്യുൽപാദകക്ഷമതയുള്ള സ്ത്രീ ശരീരത്തിൽ നടക്കുന്ന ഹോർമോൺ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത് സംഭവിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ ശരീരം പ്രത്യുൽപാദനത്തിന് തയ്യാറെന്നതിന്റെ സൂചന കൂടിയാണ് ആദ്യ ആർത്തവത്തിലൂടെ സംഭവിക്കുന്നത്. ആർത്തവം നടന്നാൽ മാത്രമേ ഓവുലേഷൻ അഥവാ അണ്ഡവിസർജനവും നടക്കൂ. ഇതിലൂടെയാണ് ഗർഭധാരണം നടക്കുന്നത്. ആർത്തവ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി സ്ത്രീകളുണ്ട്. ഭക്ഷണ രീതിയിലും വ്യായാമക്കുറവുമോ ഒക്കെ ആർത്തവം ക്രമാഹിതമാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഡേറ്റിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപും ശേഷവുമൊക്കെ ആർത്തവമാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ 1000 ദിവസങ്ങളോളം നീണ്ട ആർത്തവവുമായി ജീവിക്കുന്നതിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു യുവതി. ടിക്ടോക്കിലൂടെയാണ് പോപ്പി എന്ന പേരുള്ള യൂസർ തന്റെ ദുരവസ്ഥ പങ്കുവച്ചത്. മിക്ക സ്ത്രീകളിലും ആർത്തവം 21 മുതൽ 35 ദിവസങ്ങൾക്കുള്ളിലാണ് വരിക. 2 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ആർത്തവ ദിനങ്ങളാണ് ഉണ്ടാവുക. പ്രായം, ഹോർമോൺ അന്തലുതാവസ്ഥ, സമ്മർദ്ദം, ഭക്ഷണം തുടങ്ങിയവയൊക്കെ ഇതിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ തന്റേത് 3 വർഷം വരെ നീണ്ട ആർത്തവമാണെന്നാണ് പോപ്പി പങ്കുവച്ചിരിക്കുന്നത്. നിരവധി ഡോക്ടർമാരെ കാണിക്കുകയും പരിശോധനകൾ നടത്തുകയും മരുന്നുകൾ കഴിക്കുകയും ചെയ്തെങ്കിലും ആർത്തവം നിന്നില്ലെന്നും പോപ്പി പറയുന്നു. പരിശോധനയിൽ പോപ്പിയുടെ അണ്ഡാശയത്തിൽ ചെറുമുഴകൾ കണ്ടെത്തിയെങ്കിലും നീണ്ടു നിൽക്കുന്ന ആർത്തവത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താൻ ആരോഗ്യ പ്രവർത്തകർക്കും കഴിഞ്ഞിട്ടില്ല. ശരീരത്തിലെ ഇരുമ്പിന്റെ അളവ് കുറഞ്ഞു. സന്ധിവേദനയും തലവേദനയും സ്ഥിരമായി. ഒപ്പം നിർത്താത്ത ഛർദിയും. 3 മാസത്തോളം ആർത്തവം നീണ്ടപ്പോൾ നടത്തിയ പരിശോധനയിലാണ് PCOS ഉണ്ടെന്ന് വ്യക്തമായത്. ശേഷം ഫിസ്റ്റോറോസ്കോപ്പിയും MRIയും അൾട്രാസൗണ്ട് സ്കാനിങ്ങും ഒക്കെ ചെയ്തെങ്കിലും രോഗകാരണം കണ്ടെത്താനായില്ലെന്ന് പോപ്പി പറയുന്നു. പിന്നീടാണ് ബൈകോർണേറ്റ് യൂട്രസ് എന്ന അസാധാരണ അവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഗർഭാശയം ഒന്നിന് പകരം 2 ചേംബറുകളായി വിഭജിച്ചിരിക്കുന്ന അവസ്ഥയാണിത്. 5% താഴെ സ്ത്രീകളെ ബാധിക്കുന്ന പ്രശ്നമാണിത്. ദിവസങ്ങളോളം നീണ്ട ആർത്തവം, അസഹ്യമായ വേദനയോടെയുള്ള ആർത്തവം തുടങ്ങിയവയൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇതാണ് കാരണമെന്ന് തിരിച്ചറിയുന്ന ദിവസത്തിന് മുൻപ് ഓരോ ദിവസവും താൻ കരഞ്ഞിരുന്നുവെന്ന് പോപ്പി പറയുന്നു. ഗർഭാശയത്തിന്റെ തകരാർ പരിഹരിക്കാൻ സർജറിയും മറ്റ് ചികിത്സകളും നടത്താൻ ഒരുങ്ങുകയാണ് പോപ്പി ഇപ്പോൾ.